ഇന്നത്തെ പ്രഭാതയാത്ര മുട്ടിൽ ടൗണിലൂടെ. സൂര്യൻ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൗണിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഒരു ഭാഗത്ത് മുട്ടിൽ, അതേപോലെ തന്നെ മുട്ടിൽ എന്ന് പറഞ്ഞ 2 ബോർഡുകൾ കാണാം ഇവിടെ. നമ്മൾ നോക്കിയാൽ കാണാം, തുടക്കത്തിൽ ഒരു മുട്ടിൽ ബോർഡ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഒരു മുട്ടിൽ ബോർഡ് കൂടെ. ഇതെല്ലാം ഈ ഇടയ്ക്ക് ഒരു മാസം കൊണ്ട് തുറന്ന ഹാപ്പി 7 ഡേയ്സ്. അതിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇത്ര അധികം സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ കാണാം. ഈ ഒരു ഇതിലുള്ള വഴിയിലൂടെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ വരിക, അമ്പൂത്തി വഴി. അതേപോലെ തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ, പുതിയ സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മൾ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ബോർഡുകൾ കാണാം. എന്താ, ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മേപ്പാടിയിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ വഴി. അതുപോലെ തന്നെ ഒട്ടനവധി സ്ഥാപനങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ബസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടിൽ ടൗണിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ബത്തേരി ഭാഗത്ത് നിന്ന് സൈക്കിളിലൂടെ വന്ന് നമ്മുടെ മുട്ടിൽ ടൗണിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച പകർത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരികളും അതുപോലെ തന്നെ KSRTCയുടെ പുതിയ ബസ് സർവീസ്. ഓരോ ആളുകളും അവരുടെ ജോലി ആവശ്യാർത്ഥം അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രദേശത്ത് എപ്പോഴും ഒരുപാട് ആളുകളുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശത്ത് കാണാം. WMO സ്കൂളിൻ്റെ ഒരു ഭാഗമാണിത്. പിന്നെ ഷോറൂമുകൾ, 2 or 3 ഷോറൂമുകളും അതേപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്താണുള്ളത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതേപോലെ തന്നെ ഷോറൂമുകൾ, ഹുണ്ടായിൻ്റെ ഷോറൂമുകളാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്നത്, അതേപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗം. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് പുക പരിശോധിക്കുന്ന ഒരു ഭാഗം കാണാം. പിന്നെ ചെറിയ ചെറിയ ചായക്കടകൾ, അതേപോലെ തന്നെ കള്ള് ഷാപ്പുകൾ. അങ്ങനെ ഓരോ കാഴ്ചകളാണ് നമ്മൾ രാവിലെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട് ജില്ലയിലെ ഓരോ സ്ഥലങ്ങളും കവർ ചെയ്തെങ്കിലും പിന്നീട് ഓരോ ദിവസങ്ങളും പോകുമ്പോഴും അതിൻ്റെ ഒരു കാഴ്ച വേറെ തന്നെയാണ്. അതാണ് ഓലൻ റെസ്റ്റോറൻറ്റ്, ട്രഡീഷണൽ കേരള റെസ്റ്റോറൻ്റാണിത്. വെജും നോൺ വെജും ഉണ്ട് അവിടെ. അതേപോലെ തന്നെ കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ കോപ്പർ കിച്ചൺ. ഇവിടെ ഈ ഒരു സ്ഥാപനം
പണ്ട് ഷെവർലെ കമ്പനിയുടെ ഒരു ഷോറൂമായിരുന്നു. ഇവിടെ ഒരു 4-5 കൊല്ലം ഞാനുണ്ടായിരുന്നു സെയിൽസ് ഓഫീസറായിട്ട്. ഇപ്പോൾ അത് അവരതെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയൊരു മാരുതി എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത് മഹീന്ദ്രൻ്റെ ഷോറൂമാണ്. അതേപോലെ ഇതാണ് കോപ്പർ കിച്ചൺ. ഇങ്ങനെ ഓരോ കാഴ്ചകളാണിത്. ചോള മോട്ടോഴ്സ്. അതേപോലെ തന്നെ ഇതാണ് കോപ്പർ കിച്ചൺ എന്ന് പറയുന്നത്. വയനാട്ടിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ വ്യത്യസ്ത രീതികളിലൊക്കെ ഉള്ള ഭക്ഷണ രീതികളൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരിടാണ്. അതേപോലെ യൂസ്ഡ് വെഹിക്കിൾസ്, അതേപോലെ വടക്കിമല സർവീസ് സഹകരണ ബാങ്ക്. നമ്മൾ മുട്ടിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ലീഗ് ഹൗസ്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ അമ്പലം. മുട്ടിൽ ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ്. ബസ് സ്റ്റാൻഡ്. സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ. മാർക്കറ്റുകൾ. ഇത് നമ്മളെ മേപ്പാടിയിലേക്കുള്ള വഴിയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി ഷോറൂമുകളുണ്ട് അവിടെ. 7 days. ഇതാണ് മുട്ടിൽ ടൗണിൻ്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്. ഇത് വിവേകാനന്ദ ഹോസ്പിറ്റൽ വഴി ഇതിലാണ് പോവുക. പ്രൈവറ്റ് തന്നെ ഇതിലാണ് പോവുക. അതുപോലെ തന്നെ ഇതാണ് 7 days. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുട്ടിൽ ടൗണാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ WMO കോളേജിൻ്റെ താഴത്തെ ഭാഗം മുതൽ മുട്ടിൽ ടൗൺ മൊത്തം കവർ ചെയ്തു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൗണിൽ 2 ബോർഡുകൾ കാണാം. ഈ ഒരു ഭാഗത്ത് 2 മുട്ടിൽ ടൗൺ എന്ന് പറഞ്ഞിട്ട് 2 ബോർഡുകൾ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ അങ്ങനെ കടന്നുപോയി. വളരെ സന്തോഷകരമായ അവസ്ഥകളാണ് ഓരോ കാഴ്ച.